ചൂടിൻ്റെ സാഹചര്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ. എല്ലായിടത്തും കനത്ത ചൂടാണല്ലോ. 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഇന്നും ഉണ്ട്. പാലക്കാട് ജില്ലയിലെ താപനില 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ തന്നെ സംസ്ഥാനത്തെ വൈദ്യുത ഉപഭോഗവും പാരമ്യത്തിലാണ്. അതേപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് റഹീമും നമുക്കിപ്പം ചേർന്നു. ആദ്യം തിരുവനന്തപുരത്തെ ഒരു കാര്യം അറിഞ്ഞ് തുടങ്ങാം. ഹാൻസ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ നിലവിലൊരു സാഹചര്യം, എന്താണ് ഹാൻസ? കാരണം ഇപ്പം ഹീറ്റ് വേവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുതിയ അപ്ഡേറ്റ്സ് ഒന്നും കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ 12 ജില്ലകളിലെ യെല്ലോ അലേർട്ട് അതേപടി തുടരുകയാണ്. കൊടും ചൂടാണ്. എന്താണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? സേതു, ഗുഡ് മോർണിംഗ്. സേതു പറഞ്ഞതുപോലെ തന്നെയാണ്, കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായ രീതിയിൽ തന്നെ വരും ദിവസങ്ങളിലും വലിയ താപനില സംസ്ഥാനത്തുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലടക്കം വലിയ രീതിയിൽ താപനില ഉയരുന്നുണ്ട്. കഴിഞ്ഞ 12 ദിവസമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരുകയാണ്. ഈ വയനാട്, ഇടുക്കി ജില്ലകളിൽ മാത്രമാണ് നേരിയ രീതിയിലെങ്കിലും താപനില കുറവുള്ളത് അല്ലെങ്കിൽ ചൂടിന് കുറവുള്ളത്. പാലക്കാട് ആണ് ഏറ്റവും കൂടുതൽ, സംസ്ഥാനത്തെ ഏറ്റവും വലിയ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. 40 ഡിഗ്രി സെൽഷ്യസ് വരെ പാലക്കാടിലെ താപനില അല്ലെങ്കിൽ ചൂട് ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തൊട്ട് താഴെ കൊല്ലത്താണ് 39 ഡിഗ്രി സെൽഷ്യസ് വരെ കൊല്ലത്ത് താപനില ഉയരാം. അതിന് പിന്നാലെ ഉള്ളത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നാണ് വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഈ സൂര്യാഘാതം കണക്കിലെടുത്തുകൊണ്ട് ഈ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യാഘാതം അല്ലെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിൽ ജോലിയിൽ ഏർപ്പെടരുത് എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. പിന്നീട് നിരന്തരമായിട്ട് വെള്ളം കുടിക്കണം, മതിയായ അളവിൽ വെള്ളം കുടിക്കണമെന്നൊക്കെ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ കട്ടിയുള്ള വസ്ത്രങ്ങൾ പരമാവധി ധരിക്കാതിരിക്കുക, ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുക എന്ന് പറയുന്നുണ്ട്. ഈ താപനില ഉയരുന്നത് മാത്രമല്ല, ഈ ഹ്യൂമിഡിറ്റി കൂടി ഉയരുന്ന പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഉണ്ടാകാനുള്ള സാധ്യത. പറഞ്ഞ പോലെ തന്നെ ചൂടിനൊപ്പം തന്നെ ഹ്യൂമിഡിറ്റി വരുമ്പോഴാണ് നമുക്കൊരു ഭയങ്കര ഒരു പുഴുങ്ങൽ ഫീലൊക്കെ വരുന്നത്. ചൂടിനേക്കാളും നമുക്കൊരു അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടില്ല. അത് ഈ ഹ്യൂമിഡിറ്റി കൂടുന്ന ഘട്ടത്തിലാണ്. കൊച്ചിയിലെ സാഹചര്യം കൂടി പരിശോധിക്കണം. അബ്ദുൾ റഹീം നമുക്കിപ്പം തുടരുന്നുണ്ട്. റഹീമേ, ഗുഡ് മോർണിംഗ്. കൊച്ചിയിലും സമാനം തന്നെയാണ് കാലാവസ്ഥ. അതിനൊപ്പമാണ് ഈ വൈദ്യുതിയുടെ പ്രശ്നം. ഇപ്പം ഇന്നലെയൊക്കെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലൊക്കെ രാത്രി ഒരു 12 മണിയായി തോന്നുന്നു. ആ സമയത്ത് കറണ്ട് പോയിട്ട് ഇതുവരെയും വന്നിട്ടില്ല. ഉറങ്ങിയിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു ഹാർഡ്ലി ഞാൻ ഇന്നലെ ഒരു 1.5 മണിക്കൂർ ഉറങ്ങിക്കാണും. അത്ര പോലും പറ്റുന്നില്ല. ഒരു ഈ ചൂട്, അതേപോലെ തന്നെ ഒരു പുഴുങ്ങൽ ഫീല്, കതക് തുറന്നിടാൻ പറ്റുന്നില്ല. മൊത്തം തറയിൽ വരെ ചൂടാണ്. ഇത് എന്താണ് ഇപ്പോഴത്തെ ഈ കൊച്ചിയിലൊരു സാഹചര്യം? എങ്ങനെയാണ് വേനലിൻ്റെയും അതേപോലെ വൈദ്യുത ഉപഭോഗത്തിൻ്റെയും? സേതു, ഗുഡ് മോർണിംഗ്. സേതു, ഇപ്പോൾ കൊച്ചിയിലെ താപനില സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ, അതായത് തീരെ നിവർത്തിയില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചൂട് എന്നുള്ളത് അസഹനീയമായി തുടരുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഇപ്പോഴും കൊച്ചിയിലെ ഈ ചൂടിൻ്റെ അതായത് താപനില ഉള്ളതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തരത്തിലും പറ്റാത്ത തരത്തിലുള്ള ചൂടിലേക്ക് കൊച്ചി നീങ്ങുന്നു എന്നുള്ളതാണ്. പ്രധാനമായും ഈ വേലിയേറ്റ സമയത്തൊക്കെ വലിയ രീതിയിൽ തന്നെ ഈ ചില പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ വലിയ രീതിയിൽ ചൂടിന് കാരണമാകുന്നു എന്നുള്ളതാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, കൊച്ചി നമുക്കറിയാം എപ്പോഴും തിരക്ക് പിടിച്ചോടുന്നൊരു നഗരമാണ് കൊച്ചി. കൊച്ചിയിലേക്ക് വരുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ തന്നെയുള്ള വർധനവുണ്ട്. അതുകൂടാതെ സിറ്റിക്കുള്ളിൽ തന്നെ നിരവധി വാഹനങ്ങളുള്ള ഒരു ജില്ല കൂടിയാണ് കൊച്ചി. അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ വലിയ രീതിയിൽ തന്നെ ചൂടിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഈ ഏറ്റവും ദുസ്സഹമായി ചൂട് അനുഭവിക്കുന്നത് ഈ ഉച്ച സമയത്ത്, അതായത് ഈ സ്വിഗ്ഗി പോലുള്ള ഇതിലോ ഡെലിവറി ചെയ്യുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ഓട്ടോ തൊഴിലാളികൾ, കൂടാതെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ, ഇവർക്കൊക്കെ വലിയ രീതിയിൽ തന്നെയുള്ള ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. അതായത് നമുക്ക് നിർദ്ദേശങ്ങളുണ്ട്. ഈ 11 മണിക്ക് ശേഷമുള്ള വെയിൽ ഏൽക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങളുണ്ട്. കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും പക്ഷേ ഓരോ മനുഷ്യൻ്റെയും ദൈനംദിന ആവശ്യങ്ങൾക്ക് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട്. സ്വാഭാവിക
സ്വാഭാവികമായും ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് അവരുടെ അന്നന്നത്തെ അന്നം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് അവർ. സ്വാഭാവികമായും അവർ പുറത്തിറങ്ങുന്നവരാണ്. അങ്ങനെ ആ രീതിയിൽ അങ്ങനെയുള്ളവരൊക്കെ വലിയ രീതിയിൽ തന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല മേഖലകളിലും ഈ കരണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. നമുക്കറിയാം, നേരത്തെയൊക്കെ നമ്മൾ പാലക്കാടിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ, അതായത് പാലക്കാട് വെന്തുരുകുന്ന ചൂടാണ്, അവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറയുമെങ്കിൽ ഇപ്പോൾ പാലക്കാടിനെ പോലെ സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് കൊച്ചിയിലെയും ചൂട് ഉയരുന്നത്. വലിയ രീതിയിൽ തന്നെ വൈദ്യുതി ഉപയോഗം, അതായത് ഫുൾ ടൈം ഫാനും AC-യും ഒക്കെ ഇട്ടാണ് ഓരോരുത്തരെ തന്നെ വീടിലും ഓഫീസിലും ഒക്കെ ഇരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെയൊക്കെ വലിയ രീതിയിൽ തന്നെയുള്ള കറണ്ടിൻ്റെ ഉപയോഗവും കൂടുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും ഇനി കാലാവസ്ഥ ഒരു മാറ്റം വരുന്നത് വരെ സമാനമായ രീതിയിൽ തന്നെ തുടരും എന്നുള്ളതാണ്. അതായത് അടുത്ത ഒരാഴ്ചയും സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കും കൊച്ചിയിലെ ചൂടെന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. രാവിലെ സമയങ്ങളിലൊക്കെ ഇവിടെ ആളുകൾ നടക്കാനൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ സേതുവിന് കാണാം, കാരണം വിജനമാണ്, വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഈ സ്ഥലങ്ങളിലേക്ക് ഉള്ളത്. പലരും ഈ ചൂടൊക്കെ കാരണം പുറത്തേക്ക് ഇറങ്ങാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കൊച്ചിയിൽ നിന്നുള്ള കാഴ്ച. ഏതായാലും ചൂട് എല്ലായിടത്തെയും പോലെ കൊച്ചിയിലും വളരെയധികം തന്നെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. സേതു.